ഞങ്ങളുടെ യൂട്യൂബ് തകർക്കാൻ ശ്രമിക്കുന്നവൻ. ഗൈസ്, ഞങ്ങളെ കോളേജിലേക്ക് വിളിപ്പിച്ചു. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളെ കണ്ടിട്ടില്ലെങ്കിൽ ഒരു ഉറക്കം വരില്ലാന്ന് തോന്നുന്നു. രാവിലെ തന്നെ ഇതൊക്കെ കൂടെ എടുത്തിട്ട് എങ്ങോട്ടാന്നല്ലേ, ഇന്നലെ രാത്രി തന്നെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അസൈൻമെന്റ് വെക്കണമെന്ന്. അപ്പൊ വെക്കാൻ പറ്റാത്ത കൊണ്ട് ഇപ്പോഴാട്ടോ കൊണ്ടു കൊടുക്കണത്. അതൊക്കെ കൊടുത്തു വരുന്ന വഴിക്ക് ഞാൻ വെറുതെ ഒന്ന് പുറത്തേക്ക് നോക്കിയപ്പോ ഇതാ നല്ല രസമുള്ള ഒരു കാഴ്ച. ഒരു ചേച്ചി 2 പശുക്കളെയും കൊണ്ട് പോകും. ചില സമയത്ത് കോളേജിൽ നിന്ന് നോക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് ഇത് ബാംഗ്ലൂർ തന്നെയാണോന്ന്. പിന്നെ ആണെന്ന് പറഞ്ഞ് ഞാൻ എന്നെ തന്നെ അങ്ങ് സമാധാനിപ്പിക്കും. ഇപ്പൊ അധികം നേരം പ്രകൃതി ഭംഗി ഒന്നും ആസ്വദിക്കാൻ നേരല്ല, എഴുതാനുണ്ടേ, ഞാൻ തന്നെ എഴുതണ്ടേ. ഫോണിൽ ചാർജ് ഇല്ലാത്ത കൊണ്ട് അത് കുത്തിയിട്ട നേരം കൊണ്ടാട്ടോ ഞാൻ ഇത്രയും കുത്തിയിരുന്ന് എഴുതിയത്. 2025 തുടങ്ങിയിട്ടുള്ളെങ്കിൽ എന്താ, എനിക്ക് നല്ലൊരു വർഷ. എവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇതൊക്കെ തന്നെ നടക്കുള്ളൂ. സാധാരണ ഞങ്ങളുടെ കോളേജിന് ഇങ്ങനത്തെ സ്വഭാവം ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ റീൽസിലൊക്കെ കാണുന്നുണ്ടായിരുന്നുള്ളൂ. അസൈൻമെന്റ് നമ്മൾ കഷ്ടപ്പെട്ട് എഴുതി സബ്മിറ്റ് ചെയ്യുന്നു, അത് ഇതേപോലെ തിരിച്ചു കൊടുത്തിട്ട് ചെറിയ ചെറിയ കാരണങ്ങൾക്ക് മാറ്റി വെക്കാൻ പറയുന്നു എന്ന്. ഇപ്പൊ ഞങ്ങളെ കോളേജിലും വന്നു. അൽഹംദുലില്ലാ ഹൈർ തന്നെ. ഓരോ ഇപ്പം ഞങ്ങളെ പോലെ റീൽസ് കാണാൻ തുടങ്ങി തോന്നുന്നു. എന്നാലും ഈ ഒരു 3-4 അസൈൻമെന്റ് എഴുതി സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഇവരിമാതിരി വിളിച്ചിട്ട് ഓരോന്ന് പറയാൻ പാടുണ്ടോ? പിന്നെ ഇപ്പൊ എന്താ പറയണ്ടേ? അസ്തഗ്ഫിറുല്ലാഹ്. ഗൈസ്, ഞങ്ങളെ കോളേജിലേക്ക് വിളിപ്പിച്ചു. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളെ കണ്ടിട്ടില്ലെങ്കിൽ ഒരു ഉറക്കം വരില്ലാന്ന് തോന്നുന്നു. ഒന്നിനല്ല വിളിപ്പിച്ച 3-4 ദിവസമായിട്ട് ഞാനൊരു 5-6 അസൈൻമെന്റ്, 5-6 വെച്ചിട്ടില്ല കേട്ടോ, 3-4 അസൈൻമെന്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്ന് പറയാൻ വേണ്ടി മാത്രം വിളിപ്പിച്ചതാണ്. മാം പറയുന്നതിനിടെ ആരോ സംസാരിച്ചതിനെ ഇറങ്ങിപ്പോയനാട്ടോ വെളി കിടന്ന് ചിരിക്കണത്. ഫോർമാറ്റ് ഒക്കെ പകുതി എഴുതി വന്നപ്പോ തന്നെ ആരോ അവിടെ കിടന്ന് സംസാരിച്ചപ്പോ മൂടുപോയി മാം അങ്ങ് ഇറങ്ങിപ്പോയി. ഇത്തരം സാഹചര്യങ്ങളിൽ എന്റർടൈൻ ചെയ്യാൻ പിന്നെ ഞങ്ങളെ കഴിഞ്ഞിട്ടേ ആൾക്കാരുള്ളൂ. കുട്ടികളുടെ ഒക്കെ ഓരോരോ ഫണ്ണ്, അല്ലാണ്ട് ഇപ്പൊ എന്താ പറയാ. എല്ലാരും വരാതെ ക്ലാസ് എടുക്കത്തിലാണ് മാം പറയുന്നത്. മാം ഇറങ്ങിപ്പോയി, എല്ലാരും വരാതെ പറയത്തില്ലെന്നാ പറഞ്ഞത്. എല്ലാവരും അസൈൻമെന്റ് കൊണ്ട് ടേബിളിൽ വെച്ചിട്ടുണ്ട്, എല്ലാരും വരാതെ എടുക്കത്തില്ല. പോസ്റ്റിംഗ് സ്റ്റുഡൻസ് ഓൾസോ വരണമെന്നാണ്. നിരപരാധിയായ ഒരു പാവം കുട്ടീനെ വിളിച്ച് പറ്റിച്ചപ്പോ ഇവക്ക് എന്ത് സുഖം കിട്ടിയത് എന്ന് എനിക്കറിയില്ല. പിന്നെ ഞാനും ഇതിലൊരു ഭാഗമായി പോയില്ല. നല്ല സന്തോഷമായി. കൊടുത്തൊക്കെ തൊട്ടൊക്കെ ഉണ്ട്, അതേപോലെ തന്നെ തിരിച്ചാ നിക്കുന്നത്. പേജ് നമ്പർ കൂട്ടുകാരാ, നിങ്ങൾ ഇവനാണ് ഞങ്ങളുടെ യൂട്യൂബ് തകർക്കാൻ ശ്രമിക്കുന്നവൻ. ഇവനാണ് പന്ന കമന്റ് ഇടുന്നത്. നാണമില്ല ഗൈസ് ഇവർക്ക്. എന്റെ മുന്നിൽ നിന്ന് വെള്ളം കുടിക്കുന്നതാ. സാധാരണ അസൈൻമെന്റിലെ കണ്ടന്റ് മാറ്റണം എന്നൊക്കെയാ പറയാറ്. ഇവിടെ ആണെങ്കിൽ മാർജിൻ മാറ്റണം എന്നാ പറഞ്ഞത്. ബ്ലാക്ക് ലൈൻ വേണം, 1 സെന്റിമീറ്റർ അതിന് വിട്ട് പാടുള്ളൂ. എന്തൊക്കെയാണവോ. ഇന്ന് വിഷമിക്കാൻ ഒന്നും ഇല്ലാതിരിക്കുന്നു. ഇനിയിപ്പോ ഇതാലോചിച്ചാൽ വിഷമിക്കാം. ഹോസ്റ്റലിൽ പിന്നെ കുട്ടികൾ സമയത്തിന് കയറിയിട്ടില്ലെങ്കിലും ഇവൽ രണ്ടാളും എന്തായാലും സമയത്തിന് കയറിണ്ട് കേട്ടോ. ഇത്തെ ഡിപ്രഷൻ മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ഫുഡ് ഓർഡർ ചെയ്തതാ. അതിലും വലിയ ഡിപ്രഷൻ എനിക്ക് പിന്നെ കിട്ടി. ഇതിന്റെ കൂടെ കഴിക്കാൻ കിട്ടിന്റെ കറി ഉണ്ടല്ലോ, അത് ചെറുതായിട്ടൊന്ന് നാശമായി പോയി. പിന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ 2025 വർഷം തന്നെ. പിന്നെ ഇപ്പൊ ഇതിലും വലുതെന്തോ വരാനിരുന്ന വെച്ചിട്ട് നമുക്ക് സമാധാനിക്കാം. എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയം ഉണ്ടോ. നമ്മൾ എപ്പോഴും നല്ലത് തന്നെ നടക്കണമെന്നൊന്നും ആഗ്രഹിക്കാൻ പാടില്ലല്ലോ. ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഒരു തട്ടൊക്കെ കിട്ടുന്നത് നല്ലത്. ആഗ്രഹിക്കുന്ന പോലെ എല്ലാം ഒന്നും റെഡി ആയിട്ടില്ലെങ്കിലും റെഡിയായ കാര്യങ്ങൾ ആലോചിച്ചിട്ട് നമുക്ക് സന്തോഷിക്കാമല്ലോ. ഏത് ആവശ്യ സന്ദർഭങ്ങളിൽ ഇങ്ങനത്തെ കീടാണുക്കളൊക്കെ ഒഴിവാക്കി വിടുന്നത് നല്ലതാ. സോറി. അപ്പൊ ഗൈസ്, ഇന്നിൻ്റെ ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് ആയിരുന്നു. പിന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കാരണം എനിക്ക് ഫുള്ള് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നാളെ കാണാം. ഓക്കെടാ, ബൈ.